സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ദമം, ദാനം, ദയ എന്ന ഉപനിഷത്ത് കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ എന്നിങ്ങനെ മൂന്നു കൂട്ടരും പ്രജാപതിയുടെ മക്കളാണ്. മൂന്നു കൂട്ടരും സ്വഭാവത്തിൽ വിഭിന്നരായിരുന്നു. ഉത്തമ ഗുണങ്ങളും ദിവ്യശക്തികളും നിറഞ്ഞവരും സത്വഗുണപ്രധാനികളുമാണ് ദേവന്മാർ. എങ്കിലും അവർ സ്വർഗീയ സുഖങ്ങളിൽ ആസക്തരും ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവരുമായിരുന്നു. എന്നാൽ മനുഷ്യരാകട്ടെ കാമികളും ലോഭികളുമാണ്. അവർക്ക് ജന്മന ഓരോരോ ആഗ്രഹങ്ങൾ മനസ്സു നിറയെ ഉണ്ടായിരിക്കും. മനുഷ്യർ എപ്പോഴും എവിടെയും ലോഭബുദ്ധിയോടുകൂടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ അസുരന്മാർക്ക് ലോഭബുദ്ധി അധികമില്ല. പക്ഷേ അവർ അഹങ്കാരികളും ധാരാളികളുമാണ്. അവർക്ക് ദേവന്മാരെക്കാളും മനുഷ്യരെക്കാളും ബാഹുബലമുണ്ട്. അവർ എപ്പോഴും അവരുടെ ശാരീരിക കരുത്തിൽ അഹങ്കരിച്ച് നടക്കുന്നവരാണ്. മാത്രമല്ല, അവരിൽ അധികം പേരും ക്രൂരന്മാരും പരോപദ്രവകാരികളുമാണ്. അങ്ങനെ മൂവരും അവരുടെ സ്വഭാവ വൈജാത്യം അനുസരിച്ച് ജീവിച്ചു പോന്നു. ക്രമേണ അവർക്ക് ജീവിതത്തിൽ തൃപ്തിയില്ലാതായി. അവർക്ക് ഒന്നിലും ഒരു സുഖവും ഇല്ലാതായി. അവരിൽ കൂടുതൽ കൂടുതൽ വിഷയാസക്തിയും ലോഭബുദ്ധിയും ക്രൂര മനോഭാവവും വർദ്ധിച്ചു വന്നു. അവർ മൂവരും ചിന്തിച്ചു, എങ്ങനെയെങ്കിലും കൂടുതൽ സുഖം നേടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അവസാനം അവർ പിതാവായ പ്രജാപതിയുടെ അടുത്തുപോയി ബ്രഹ്മചാരിമാരായി വിദ്യാഭ്യാസം നേടാൻ തീരുമാനിച്ചു. വിദ്യയാണ് ഏറ്റവും വലിയ ധനമെന്ന് അവർക്കറിയാമായിരുന്നു. ആത്മജ്ഞാനം നേടുന്നതാണ് ഉത്തമമെന്ന ധാരണ മൂവർക്കും ഉണ്ടായി. ദുഃഖനിവൃത്തി വരുത്തിയാൽ മാത്രമേ ശാശ്വത സുഖം ലഭിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കി. അങ്ങനെ ആത്മജ്ഞാനത്തിനുള്ള ഉപായം അറിയുന്നതിനു വേണ്ടി ദേവന്മാരും മനുഷ്യരും അസുരന്മാരും ബ്രഹ്മചാരിമാരായി അച്ഛനായ പ്രജാപതിയുടെ അടുത്ത് താമസിച്ച് വിദ്യ അഭ്യസിക്കാൻ ആരംഭിച്ചു. ഏതൊരു വിദ്യയും ആത്മജ്ഞാനോപദേശവും ലഭിക്കണമെങ്കിൽ ബ്രഹ്മചാരികളായി ഗുരുവിനോടൊപ്പം ആശ്രമത്തിൽ വളരെ കാലം താമസിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. മാത്രവുമല്ല, ഗുരു ശുശ്രൂഷ, നിത്യാനുഷ്ഠാനങ്ങൾ, ആശ്രമ പരിപാലനം തുടങ്ങിയവ ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൃത്യമായി എല്ലാ ശിഷ്യന്മാരും ചെയ്തിരിക്കണം. വിദ്യാസമ്പാദനത്തിലുള്ള യോഗ്യത തെളിയിച്ചതിനു ശേഷമേ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തിരുന്നുള്ളൂ. അനർഹരായവർക്ക് വിദ്യ പകർന്നു നൽകിയാൽ അവരതിനോട് ആദരവ് പുലർത്തുകയില്ല. വിശ്വാസവും അനുഷ്ഠാനവും ഇല്ലാത്തവരിൽ വിദ്യ ഫലിക്കുകയില്ല. അങ്ങനെ ബ്രഹ്മചര്യവാസം പൂർത്തിയാക്കിയ അവരിൽ ആദ്യമായി ദേവന്മാർ പ്രജാപതിയോട് പറഞ്ഞു, ഭഗവാൻ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശത്തെ നൽകിയാലും. അത് കേട്ട പ്രജാപതി ദേവന്മാരെ അരികിൽ വിളിച്ചിരുത്തി. എന്നിട്ട് ദാ എന്ന ഒരക്ഷരത്തെ മാത്രം ഉപദേശമായി പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ കഥയുടെ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.